ഹായ് ഹലോ എബിസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ദേ ഓറേ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് അധികമുള്ള ചെലവൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു കേക്ക് തയ്യാറാക്കി എടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അതേ ഓറേ ബിസ്ക്കറ്റ് പൊട്ടിച്ചെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ആക്കി തടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായി പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിംഗ് പരിപാടിയാണ്. അതിനാവശ്യമായ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി സ്പൂൺ വെച്ചിട്ട് ഇളക്കി അതിൻ്റെ തരികളെല്ലാം ഉടച്ച് കളഞ്ഞതിന് ശേഷം വേണം റൂം ടെമ്പറേച്ചറിലുള്ള പാല് ഇതിലേക്ക് ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ഓവർ മിക്സിങ് പാടില്ല, കട്ടകളൊന്നും വരാനും പാടില്ല കേട്ടോ. അതാണ് നമ്മൾ കേക്കിന് അത്യാവശ്യമായിട്ടുള്ളത്, നമ്മുടെ കേക്കിനെ സോഫ്റ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കിയ രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം, വേണ്ടി വേണ്ട. പിന്നെ ഞാനിവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് നോർമലി ഓവനോ മീറ്ററോ ഒന്നും ഇല്ലാതൊരു കേക്കാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നത്, നമ്മുടെ കുക്കറിൽ. അല്ലാതെ പിന്നെ എങ്ങനെയാണ്. അപ്പൊ അതെ, ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പറോ ഒന്നും ഇടുന്നില്ല കേട്ടോ. ബട്ടർ പേപ്പറോ ഒന്നും ഇടുന്നില്ല. അതുപോലെ തന്നെ ജസ്റ്റ് ഓയിൽ മാത്രമേ ഞാൻ തടവി കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. അതിന് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണ്ട, സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തട്ടി കൊടുക്കുക. അതിന്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി ഞാൻ കേക്കെല്ലാം റെഡി ആക്കി ബാറ്ററിയൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുക്കറൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ തിരികെയൊക്കെ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഇറക്കി വെക്കണം. ഇറക്കി വെച്ചതിന് ശേഷം 30 മിനിറ്റ് നിങ്ങളുടെ തീ അനുസരിച്ചും അതുപോലെ തന്നെ കേക്കിന്റെ വേവ് അനുസരിച്ചും ആണ് കേട്ടോ. 30 മിനിറ്റ് ആണ് ഞാനിവിടെ കേക്ക് വേവിച്ചത്. പക്ഷെ 30 മിനിറ്റിൽ എനിക്ക് നടുഭാഗം ഒന്നും വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാനൊരു 10 മിനിറ്റും കൂടി വേവിച്ചു. അങ്ങനെ 40 മിനിറ്റ് ആണ് എൻ്റെ കേക്ക് കേട്ടോ. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ കേക്ക് എല്ലാം തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് വെറുതെ ഷോയ്ക്ക് വേണ്ടി ഉള്ളോ ഷോ. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ചോക്ലേറ്റ് ഗണേഷോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പൊ ഞാൻ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് നിങ്ങളെ കാണിക്കാം. അതിന്റെ സോഫ്റ്റ്നെസ് ഒക്കെ വരുന്നത് കട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എങ്ങനെ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ബൈ.